കേരളത്തിലെ പ്രശസ്തരായ മിമിക്രി ആർട്ടിസ്റ്റുകളും ഗായകരും സിനിമാറ്റിക് ഡാൻസേഴ്സും പിന്നെ ഞാനും ഇതിൽ അണിനിരക്കുന്നു. ആദ്യമായി ഒരു രംഗപൂജയിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. യുവഗായകരിൽ ശ്രദ്ധേയരായ വിപിൻ, ലിജി എന്നിവർ പാടുന്ന ഒരു അടിപൊളി ഗാനം. സ്നേഹിതയാണു നീ കരളേ കരളിന്റെ കരളേ എന്നോടൊന്നു ചിരിക്കൂ കിളിയേ മാനസ കിളിയേ വെറുതെ കിണങ്ങാതെ
എന്റെ സ്നേഹിതയാണു നീ. കരളേ എന്നോടൊന്നു ചിരിക്കൂ കിളിയേ, വെറുതെ നിന്ന് കിണുങ്ങാതെ. മഴത്തുള്ളി മണിക്കൊണ്ടിരിക്കെ 100 മഴവിൽ മേടകൾ പണിയാമോ? മഴത്തുള്ളി കൊട്ടാരം ഞാൻ കെട്ടാം, വെണ്ണിലാവിന്റെ മതിലുകൾ പണിഞ്ഞു തരാം. മഴത്തുള്ളി മണിക്കൊണ്ടിരിക്കെ 100 മഴവിൽ മേടകൾ പണിയാമോ? മഴത്തുള്ളി കൊട്ടാരം ഞാൻ കെട്ടാം, വെണ്ണിലാവിന്റെ മതിലുകൾ പണിഞ്ഞു തരാം. എന്നോടിനി എന്നാൽ ഇഷ്ടം കൂടുമോ? ഞാനുണ്ട് നിന്നോട് കൂടാൻ, ഞാനുണ്ട് നിന്നിൽ കേൾക്കാൻ. അങ്ങനെ എൻ വഴിവായെന്റെ കുറുമ്പി, എന്റെ സ്നേഹിതയാണു നീ. കരളേ കരളിന്റെ കരളേ, എന്നോടൊന്നു ചിരിക്കൂ കിളിയേ, മാനസ കിളിയേ, വെറുതെ നിന്ന് കിണുങ്ങാതെ. ഞാനുണ്ട് നിന്നോട് കൂടാൻ, ഞാനുണ്ട് നിന്നിൽ കേൾക്കാൻ. അങ്ങനെ എൻ വഴിവായെന്റെ കുറുമ്പി, എന്റെ സ്നേഹിതയാണു നീ. കരളേ കരളിന്റെ കരളേ, എന്നോടൊന്നു ചിരിക്കൂ കിളിയേ, മാനസ കിളിയേ, വെറുതെ നിന്ന് കിണുങ്ങാതെ. സ്കൂൾ യുവജനോത്സവ വേദികളിൽ കുട്ടികളെക്കാൾ മുമ്പിൽ മത്സരത്തിലിറങ്ങുന്നത് മാതാപിതാക്കളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതാ ഇവിടെ ഈ യുവജനോത്സവ വേദിയിലേക്ക് വ്യത്യസ്തനായ ഒരു വ്യക്തി കടന്നു വരികയാണ്. പ്രിയ വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, അധ്യാപകരെ, 2005 സ്കൂൾ യുവജനോത്സവ പരിപാടികൾ ആരംഭിക്കുകയാണ്. സ്റ്റേജ് നമ്പർ 1 മോഹിനിയാട്ടം, സ്റ്റേജ് നമ്പർ 2 കുച്ചിപ്പുടി എന്നീ മത്സരങ്ങളാണ് നടക്കുന്നത്. അതിനു മുമ്പ് പ്രത്യേക ഒരു അറിയിപ്പുണ്ട്. മാർഗം കളിക്ക് വന്നിരിക്കുന്ന പെൺകുട്ടികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, മാർഗം കളി നടത്താൻ ഇവിടെ യാതൊരു മാർഗവും ഇല്ലാത്തതിനാൽ മാർഗം കളിക്കാൻ വന്ന പെൺകുട്ടികൾ മറ്റു വല്ല മാർഗം നോക്കി പോകേണ്ടതാണ്. അതുപോലെ തന്നെ സ്വാഗത സംഘം ഓഫീസിന്റെ വാതികൾ പഞ്ചയും മച്ചയും നീലയും പ്ലിക്കറിയും കളറുള്ള സാരി ഉടുത്തിരിക്കുന്ന ചേച്ചിമാർ അവിടുന്ന് മാറണം. തലവേന എടുത്തിട്ടും പാടിഞ്ഞ് അവിടുന്ന് മാറാൻ. സാറേ, ആ 1-ാം നമ്പർ സ്റ്റേജിൽ നടക്കുന്നേ മാർഗം കളിയല്ലേ? അയ്യോ, അത് മാർഗം കളിയല്ല, അതാണ് കുച്ചിപ്പുടി. അതാണ് കുച്ചിപ്പുടി. അതെ, അതാണ് കുച്ചിപ്പുടി. കുച്ചിപ്പുടിയാണല്ലോ. അതെ അതെ, ശല്യം ഉണ്ടാക്കല്ലേ, ശല്യം ഉണ്ടാക്കല്ലേ. അതേപോലെ തന്നെ സ്റ്റേജിന്റെ വലതുഭാഗത്ത് റോഡിൽ നിന്ന് നീണ്ടു വരുന്ന ക്യൂ ഭക്ഷണത്തിനുള്ള ക്യൂ അല്ല, അത് അപ്പുറത്തെ ബീവറേജ് കോർപ്പറേഷന്റെ ക്യൂ ആണ്. അതുകൊണ്ട് ആരും അവിടെ പോയി ഭക്ഷണം മേടിക്കാൻ നിൽക്കരുത്. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, പരിപാടിയല്ല. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, തിരുവാതിര കളിക്ക് വസ്ത്രം മാറുന്ന പെൺകുട്ടികളുടെ ഭാഗത്ത് മൈക്ക് സെറ്റുകാരൻ പെരുമ്പാവൂർ ബഷീർ കിടന്ന് കറങ്ങിത്തിരിഞ്ഞ് കിടക്കുന്നുണ്ട്. ബഷീർ ഒരു കാര്യം മനസ്സിലാക്കുക, ആ കുട്ടികളുടെ സ്ഥലം കണ്ണൂരാണ്. ഇനി പറഞ്ഞില്ല കേട്ടില്ല എന്ന് പറയരുത്. അതേപോലെ തന്നെ ഒരു കാര്യം, കട്ടമുക്കം വരട്ടോ, കർത്തമുക്കം വരട്ടെന്ന്. അതാ പറഞ്ഞു സാറേ, കട്ടമുക്കം വരട്ടെ. അയ്യോ, കർത്തമുക്കൻ ആളെ വിട്. അതല്ലേ സാറേ, ഫ്രണ്ടിലെ കട്ടം കൊണ്ടുവന്ന് ബാക്കി കൊണ്ട് കെട്ടിക്കാന്നേ. ആരപ്പ ഈ വൃത്തിയോടാണ് ചോദിച്ചത്? അത് ഈ കമ്മിറ്റിക്കാർ തന്നെ. ഇപ്പൊ എന്താ ചെയ്യുന്നത്? പണിയെ എന്താ ഡീൽ ചെയ്തോട്ടോ. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. സ്റ്റേജിന്റെ ഫ്രണ്ട് കർട്ടൻ ബാക്കി കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് സ്റ്റേജിന്റെ ഫ്രണ്ട് വശം ബാക്ക് വശമായി പോയി. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിച്ച് തൊഴിൽ നടന്നു വന്ന് ബാക്കി ഇതിന്റെ പരിപാടി കാണാനുള്ള അവസരം ഉണ്ടാക്കേണ്ടതാണ്. സാറേ, ഒരു സംശയം, ആ സ്റ്റേജ് നമ്പർ 2 നടക്കുന്നതല്ലേ ഭരതനാട്യം? എന്റെ പൊന്നു ചേട്ടാ, അത് ഭരതനാട്യം അല്ല, അല്ലേ? അതാണ് മാർഗം കളി. അതാണോ മാർഗം കളി?
ഓ അത് ശരി. ഇയാൾ കുറെ നേരമായിട്ട് അത് കൊള്ളാവാ, അതെന്താണ് ഇതെന്താ ചോദിച്ചു ഇങ്ങോട്ട് വരുന്നല്ലോ. എന്താ കാര്യം? ഇയാൾ ആരാ? എന്റെ പൊന്നി ചേട്ടാ, ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമായിരുന്നു. ആ. അപ്പം ഈ കലാപരിപാടിക്ക് മാർക്കിടാനാന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്നാ. എനിക്ക് ഭരതനാട്യം ഏതാ, കഥകളിയാണോ കുച്ചിപ്പുടിയാണെന്ന് എനിക്കറിയത്തില്ല. എന്റെ പൊന്നിയായിട്ട് ശല്യം ഉണ്ടാക്കുമെന്ന് പോകാൻ നോക്ക് നിങ്ങൾ. പരിപാടികൾ ഇയാളെയൊക്കെ ഇങ്ങോട്ട് കയറ്റിവിട്ടായിരുന്നു ഇയാളെയൊക്കെ. നമസ്കാരം നമസ്കാരം നമസ്കാരം. ഒരു കാര്യം പറയാമോ? നീയൊക്കെ നമസ്കാരം പറഞ്ഞു. എന്റെ പേര് ജോമോൻ എന്നാണ്. അതിനെന്താ ഞാൻ ഇവിടെ ഇറങ്ങി പോണോ? വേണ്ട, നിന്നെ അങ്ങ് ഒന്നുള്ള ഞാൻ പറയുന്നത് കേൾക്ക്. എന്റെ മോൻ ജിൻഡുക്കുട്ടിയുടെ മിമിക്രിക്ക് മത്സരിക്കാൻ ഉണ്ടായിരുന്നു. അവന് പ്രൈസ് കിട്ടിയില്ല. എന്റെ കാരണം എന്നാന്ന് എനിക്കറിയാം. എന്റെ പൊന്നി ചേട്ടാ, അവന്റെ മത്സരം ശരിയായില്ല, അതുകൊണ്ട് ആ പ്രൈസ് കിട്ടാഞ്ഞത്. നല്ലപോലെ മത്സരിച്ച പിള്ളേർക്ക് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആണോ? എന്നാടാ ജോമോന്റെ മോനൊരു കുറവ്? എടാ എന്താടാ ജോമോന്റെ മോനൊരു കുറവ്? ജോമോന്റെ മോൻ ഒരു കുറവേ ഉള്ളൂ. എന്ത് കുറവ്? ജോമോന്റെ മോനായി പോയി എന്നൊരു കുറവ്. അപ്പൊ ജോമോൻ എന്താടാ കുറവ്? ജോമോന് 2 അടി കിട്ടാത്തതിന്റെ കുറവ്. അത് തന്നെ, 2 അടി കിട്ടാത്തതിന്റെ കുറവെന്ന്. ഇവയും പറഞ്ഞത് കേട്ടോ, നമ്മളെ തല്ലു. തല്ലു വേണ്ടി വന്നാൽ ചിലപ്പോ തല്ലിയൊന്നിരിക്കും. എന്റെ പിള്ളേർ നോക്കി പുതിയ എന്നെ തല്ലിച്ചു പോവോ? ബഹളം ഉണ്ടാക്കല്ലേ ജോമനെ. നീ എന്നെ തല്ലിച്ച് പോടാ. അല്ല പോട്ടെ എന്ന് വിചാരിച്ച പിന്നാക്കല്ലേ, പിള്ളേരല്ലേ ചോദിച്ചപ്പോ വാരി പോക്കറ്റ് ഇട്ടോണ്ട് പോവാ. ചുമ്മാ ഇവിടെ കിടന്ന് ഷോ കാണിക്കല്ലേ ജോമനെ. ഒരൊറ്റ നീങ്ങൊന്നും നോക്കാം. ഇതെവിടുത്തെ പിള്ളേരുടെ ഡീസൻസി. അവരാവശ്യമില്ലാത്ത ഒരു കേസ് ഇട്ടില്ല നടപ്പുറത്തില്ല. പക്ഷെ നീ കൂടെ കാണിച്ച ഷോ ഉണ്ടല്ലോ, അത് നീ വേറെ എവിടെയെങ്കിലും പോയി കാണിച്ചിരുന്നേ അമ്മച്ചാണ് നീ തല്ലുള്ളൂ. അറിയോ? ജോമൻ ബഹളം ഉണ്ടാക്കണം. ജോമന്റെ മോനൊന്നും ശരിക്കും പഠിക്കുന്നില്ല, അറിയാവോ? ആയി ശരി. നീ എന്തിനാണ് എന്റെ മോനെ കഴിഞ്ഞ വർഷം തോപ്പിച്ചത്? കഴിഞ്ഞ വർഷം തോപ്പിച്ച എന്തിനാണോ? അവന് കണക്കൊന്നും ഒരു വക അറിയാൻ മേലെന്ന്. ഓ പിന്നെ നീ ഞങ്ങൾ പറയുന്നു. എന്റെ ദൈവമേ, ഞാൻ പറയുന്നേക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവനോട് ചോദിച്ചു, എന്റെ അടുത്ത് 2 പഴമുണ്ട്, അതിലൊരു പഴം ഞാൻ തിന്നു, ബാക്കി എന്റെ കയ്യിൽ എത്ര പഴം ഉണ്ടെന്ന് ചോദിച്ചപ്പം അവൻ വെറും പഴമിഴിഞ്ഞ കണക്ക് വായി നോക്കി നിൽക്കുക. അറിയാവോ? അവൻ അറിയാൻ മേല. ഈ നിസ്സാര ഒരു പഴത്തിന് വേണ്ടിയാണോ താൻ എന്റെ മോന്റെ ഒരു വർഷം കണക്ക്? തനിക്ക് 1-2 കിലോ പഴം വേണം, ഞാൻ മേടിച്ചു തരത്തില്ല. കണക്ക് അങ്ങനെ സംസാരിക്കല്ലേ. അല്ല ജോമന, അങ്ങനെ സംസാരിക്കല്ലേ. ജോമനെ ഈ കണക്ക് പോട്ടെ, ജോമോനെ ഈ കണക്ക് പോട്ടെ. വേറൊരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? ഞാൻ ഈയിടെ അവനോട് ചോദിച്ചു, ഞാനൊരു ചാക്കിൽ 25 തേങ്ങ കെട്ടിവെച്ചു. 5 എണ്ണം ഞാൻ ജോമോന് കൊടുത്തു, 5 എണ്ണം ദിലീപിന് കൊടുത്തു, 3 എണ്ണം ദാമോദരന് കൊടുത്തു. ബാക്കി എത്ര തേങ്ങ ഉണ്ടെന്ന് ചോദിച്ചിട്ട് അവൻ അറിയാൻ മേലെന്നേ. അത് ശരി. ഈ ചാക്ക് മേടിച്ചാരാ? ഞാനാ. ആണോ? ഈ ജോമോനും ഭാസ്കറിനും ഒക്കെ കൊടുത്താരാ? അത് ഞാൻ തന്നെയാ. ആണല്ലോ. താൻ കൊടുത്ത മേടിച്ച തേങ്ങയുടെ കണക്ക് താൻ സൂക്ഷിച്ചോണം. വെറുതെ എന്റെ മോനെ കൺഫ്യൂഷൻ ആക്കല്ലേ. അതിന്റെ കാര്യം ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കുന്നു. എന്റെ ജോമൻ വെള്ളം അടിച്ചോണ്ട് വൃത്തിയോട് പറയല്ലേ. ഇയാൾക്ക് ഇങ്ങനെ വെള്ളം അടിച്ച് സൂക്ഷിച്ച് നടന്നാൽ മതില്ലോ അങ്ങോട്ട്. അല്ല പിന്നെ വെള്ളം അടിച്ച് സൂക്ഷിച്ച് നടക്കുമല്ലേടാ. വെള്ളം അടിച്ച് സൂക്ഷിച്ച് നടക്കുമല്ലോ. പിന്നെ ഞാൻ വെള്ളം അടിച്ചു വലിയ കുരിശാട്ടോ ജോമന്റെ കാര്യം. ഇവിടെ വെച്ച് വെള്ളം അടിക്കാൻ പറ്റത്തില്ല. ഇവിടെ വെച്ച് വെള്ളം അടിക്കാൻ പറ്റത്തില്ല. ഇത് എനിക്ക് കുടിക്കാനല്ല, ഇത് നിനക്ക് തരാം. നെഞ്ചു കൊള്ളുന്നേ, വയറ് കത്തുന്നേ. ജമ്മു നെഞ്ചു പൊള്ളുന്ന വയറ് കത്തുന്ന. എടാ ഞാൻ രാവിലെ അടിക്കാൻ വെച്ചതിനകത്തുകൊണ്ട് ശകലം കൊടുത്തപ്പോ ഇവന്റെ നെഞ്ചു പൊള്ളുന്ന വയറ് കത്തുന്നു. അപ്പൊ ഡെയിലി ഒരു ഫുള്ളടിക്കുന്നതിന്റെ ആമാശത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് പറയാ. ഞാൻ കുടിച്ച് സൂചിച്ച് നടക്കാതെ ജോമോനെ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്ന കാര്യം ഞാൻ പറയാം. ജോമോൻ എന്റെ അടുത്ത് തർക്കേണ്ട കാര്യമില്ല. ജോമോനെ കണക്ക് പഠിപ്പിക്കുന്ന മാഷ് ഇവിടെ വരുന്നത്. മോനെ പഠിപ്പിക്കുന്ന മാഷ ഫുൾ ടൈം വെള്ളത്തില താമരയാ കേട്ടോ. ജോമോൻ എന്താ നിന്റെ പ്രശ്നം? എന്താ നിന്റെ പ്രശ്നം? എന്താണ്? ഈ സ്കൂളിൽ ശരിയല്ലേ? സ്കൂളിലെ സാറന്മാര് ശരിയല്ലേ? ഈ സ്കൂളിലെ സാറന്മാര് ശരിയല്ലെന്ന് ഇവരുടെ വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നതാണ്. എടാ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഡോക്ടർമാര്, വക്കീലന്മാര്, എഞ്ചിനീയർ, എന്തൊരു കളക്ടർ വരെ ആയിട്ടുണ്ട്. നിനക്കറിയാമോ? ഇവരൊക്കെ എന്തായെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? സാർ എപ്പോഴും 3-ാം ക്ലാസ്സിൽ പുരോഗമനം ഒന്നുമില്ല. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നിന്നെ പോലത്തെ ഉള്ള രക്ഷിതാക്കന്മാര് ഇങ്ങനെ നടന്ന പിള്ളേര് വഴിവഴിച്ചു പോകും. കാരണം എന്താണ്? എടാ അത് തന്നെയാണ് കാരണം. എന്താണ് കാരണം? ബാക്ടീരിയ.
എടാ അത് കണ്ട അവിടെ ഇരുന്ന് ആ ചെടി പൊട്ടിക്കണത് കണ്ടത്, അവിടെ ഇരുന്ന് തല്ലി പൊട്ടിക്കണത്, അത് നിന്റെ ഇളയ കുരുത്തം കെട്ട മോനല്ലേ അവിടെ ഇരുന്ന് പൊട്ടിക്കണത്? അതെന്റെ ഇളയ മോനല്ല. പിന്നെ അതാരടാ അത്? അതെന്റെ ഇളയ മോനല്ല. ഞാൻ നിന്റെ മോനെ പഠിപ്പിക്കുന്നത് എനിക്കാണോ നിനക്കാണ്? ശവൻ നിന്റെ ഇളയ മോനാണ്. നോ സ്മോക്കിംഗ് പ്ലീസ്. ഓക്കെ, അത് കണ്ട ആ സ്കൂട്ടറിന്റെ കാറ്റടിച്ചു വിടുന്നുണ്ട്, അതാ എന്റെ ഇളയ മോൻ. അതെന്റെ മൂത്ത മോൻ. പിള്ളേരുടെ ഓർഡർ തെറ്റില്ല. സ്കൂട്ടർ നിന്നെ ഞാൻ പൊക്കിയിരിക്കും. എക്സ്ക്യൂസ് മീ. യെസ് കിസ് മീ. ചേട്ടാ അതല്ല, ഇവിടെ ആരുമില്ലേ? ഇവിടെ ഒരാൾ നിൽക്കുന്ന കണ്ടിട്ടൊന്നും തോന്നുന്നില്ലേ? അതല്ല, ഇവിടെ വിവരവും വിദ്യാഭ്യാസമുള്ള കുറച്ച് കോമൺ സെൻസ് ഉള്ള ആരുമില്ലേ? ഓ, അങ്ങനെയുള്ളവരൊക്കെ സംസാരിക്കത്തുള്ളായിരിക്കും. യെസ്. അല്ല, നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ട സംഭവം? എന്നെ അറിയില്ലേ? ഇല്ല. ഞാൻ ഇവിടുത്തെ ജഡ്ജാണ്. എന്നെ തൂക്കിക്കൊല്ലില്ലേ? അതല്ല, ഇവിടെ കലാകായിക മത്സരങ്ങൾക്കെല്ലാം മാർക്കിടാൻ വന്ന ജഡ്ജാണ് ഞാൻ. അത് ശരി. മിസ് സൂസി. സുസി, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. നിങ്ങളൊന്ന് കയ്യിലോട്ട് കിട്ടാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. എന്റെ മോൻ ജിന്റെ കൂടെ ഇവിടെ മത്സരിക്കാൻ വന്നായിരുന്നു മെമ്പുർക്ക്. അവൻ എന്തുകൊണ്ടാണ് നീ പ്രൈസ് കൊടുക്കാഞ്ഞേ? ആര്? എന്റെ മോൻ ജില്ലോട്ടെ. ആ ജിന്റെ മോൻ നിങ്ങളെ പോലെ കാക്കാമ്പീച്ച് പോലെ ഇരിക്കുന്ന ഒരു കൊച്ചല്ലേ? ആ, അവന്റെ പെർഫോമൻസിനനുസരിച്ചുള്ള മാർക്കൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായിരുന്നു അവന്റെ പെർഫ്യൂംസിന് ഒരു കുറവ്? മനുഷ്യ പെർഫ്യൂംസ് അല്ല, പെർഫോമൻസ്. നമുക്ക് ഇത്തിരി വിദ്യാഭ്യാസം കുറവാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതെ, ഈ കല എന്ന് പറഞ്ഞാൽ ഇൻബോൺ ആയിരിക്കണം. അതൊക്കെ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടണം. അല്ലാണ്ട് നിങ്ങൾ വെച്ചുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാവത്തില്ല. ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ ഒരു കലാപരമായിട്ടൊക്കെ വളരെയധികം ഇൻബോൺ ടാലന്റ് ഉള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ ജഡ്ജായിട്ടൊക്കെ ഇവിടെ വരാൻ പറ്റിയത് തന്നെ. ഈ സ്കൂളിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്. ഇപ്പൊ കലാപരമായിട്ട് എടുക്കണം, ഈ കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥാപ്രസംഗം, മോഹിനിയാട്ടം, അങ്ങനെ പറഞ്ഞ് ഒത്തിരി ഐറ്റത്തിൽ ഞാൻ തന്നെയായിരുന്നു ഫസ്റ്റ്. അതന്നെ, ഇവിടെ വേറെ ആരും മത്സരിക്കാനില്ലായിരുന്നു. അതുകൊണ്ടല്ല, ഇപ്പൊ നമുക്ക് കല അങ്ങ് വിടാം. നമുക്ക് സ്പോർട്സ് എടുക്കാം. സ്പോർട്സിൽ ലോങ് ജമ്പിന് ഞാനായിരുന്നു ഫസ്റ്റ്. ഇതേ സ്കൂളിൽ പഠിക്കുന്ന എന്റെ മോളാണ് ഇപ്പൊ ഹൈ ജമ്പിന് ഫസ്റ്റ്. മനസ്സിലായോ? ഇൻബോൺ ആയിരിക്കണം എല്ലാം. ഈ സംഭവം കേട്ടോ നിങ്ങളെ? ഇവര് ലോങ് ജമ്പിന് ഫസ്റ്റ്, ഇവരുടെ മോള് ഹൈ ജമ്പിന് ഫസ്റ്റ്. ഇതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. എന്നാന്നറിയോ? തള്ള വേലി ചാടി ആ മോളും മതില് ചാടും. സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ കീപ്പ് ചെയ്ത് സംസാരിക്കണം കേട്ടോ. ഇൻഡീസെന്റ് ഫെലോസ്. നീ ഒന്ന് നീ എന്നാണ് ഷോ കാണിക്കുന്നത്? ഞാൻ കുറെ നേരമായിട്ട് ശ്രദ്ധിക്കുക. ഇത് യുവജനോത്സവം നടക്കണം, പിള്ളേരെ പരിപാടി. അതിനകത്ത് കയറി കള്ളും കുടിച്ചാൽ അലമ്പുണ്ടാക്കരുത്. നീ ആരാന്ന് പറഞ്ഞാൽ എനിക്ക് വിഷയം വിഷം പറയാത്തുണ്ടോ? അറിയോ, എന്റെ മോനോട് മിമിക്രിക്ക് മത്സരിക്കാൻ വേണ്ടിട്ട് അവന് പ്രൈസ് കൊടുത്തില്ലെന്ന്. ഇപ്പൊ അവര് കുറെ ചോദ്യം ചോദിച്ചാൽ അവന് തോപ്പിക്കുകയും ചെയ്തു. അറിയോ? എടാ, സാറന്മാരാണെങ്കിൽ ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറയേണ്ട പിള്ളേരുടെ കടമ. അറിയോ? ഉത്തരം പറഞ്ഞില്ലേ ചമ്മി പോകും. തന്നോട് ഞാൻ ചോദ്യം ചോദിക്കട്ടെ? എന്നോട് ചോദിക്കാൻ അവൻ എന്നോട് ചോദ്യം ചോദിക്കാനാണ്. ഇത്രയും ചോദ്യം. അര കഷണ്ടിയിൽ അമ്മ മുടിയുണ്ട്, ഫുൾ കഷണ്ടിയിൽ എത്ര മുടിയുണ്ട്? എന്നാന്ന് തമ്പിലെ പുള്ളിയാണ് പറ. അര കഷണ്ടിയിൽ അമ്മ മുടിയുണ്ട്, ഫുൾ കഷണ്ടിയിൽ എത്ര മുടിയുണ്ട്? പറ. 100 മുടി. 100. ഇവിടെ ചോയ്സ് ശ്രദ്ധിച്ച് കേട്ടോ. അര കഷണ്ടിയിൽ അമ്മ മുടിയുണ്ട്, ഫുൾ കഷണ്ടിയിൽ എത്ര മുടിയുണ്ട്? പറ. അര കഷൻ്റെ 50 മുടിയാണെങ്കിൽ ഫുൾ കഷൻ്റെ 100 മുടി. പിന്നെ അല്ലാതെ പിന്നെ മണ്ടച്ചാരെ, ഫുൾ കഷന്റെ മുടി കാണുള്ളൂ. കാണോ? ചമ്മി പോയി. നീ എന്നെ കളിയാക്കുവാണ്. എന്നെ കളിയാക്കിയാണ്. എന്തു? എടാ, നീ എന്നെ കളിയാക്കിയാണ്. ഞാൻ ആരാന്ന് എനിക്ക് അറിയാവോ? എനിക്ക് ആരാന്നൊന്നും അറിയേണ്ട കാര്യം. ഞാൻ പോലീസുകാരനാന്ന്. പോലീസുകാരൻ മിനിഞ്ഞാന്ന് ചാർജ് എടുത്തോളൂ, പുതിയ പോലീസുകാരന്. ഈ പഞ്ചായത്തിലെ സകല പോലീസ്, പാറാവ് പോലീസ് സ്റ്റേഷനൊക്കെ പാറാവ് പോലീസുകാർ വരെ എന്നെ നീ പോലീസുകാരാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുള്ളൂ. എടാ ഇറക്കാൻ, ഞാൻ മിനിഞ്ഞാന്ന് വന്നോളൂ, നിന്നെ തല്ലാൻ സമയം കിട്ടണ്ട. ഞാൻ പോലീസുകാരനാണെന്ന്. അത് ശരി. പിന്നെ നീ പോലീസുകാരനാന്ന് പറഞ്ഞോണ്ട് ഞാൻ അങ്ങ് വിശ്വസിക്കണം. അപ്പൊ ഞാൻ തല്ലാലാണോ നീ പോലീസുകാരെന്ന് വിശ്വസിക്കുള്ളൂ? അത്രേ ഉള്ളൂ. ഉറപ്പാണോ? പിന്നെ ഞാൻ തല്ലാ പോലീസുകാരെന്ന് വിശ്വസിക്കും ഇല്ലേ? അതാ പിടിച്ചോ.
ഇതാ പണ്ടല്ലൂർ പറയുന്നത്, വലിയിരിക്കുന്ന പാമ്പിനെ എടുത്ത് ആവശ്യമില്ലാത്ത കുടിക്കുമ്പോൾ കൂടെ കുടിക്കാൻ 1000 പേർ വരും, അടികൊള്ളുമ്പോൾ കൂടെ കിടക്കാൻ നിന്നിഴൽ മാത്രം വരും, കുടിയ നിന്നിഴൽ മാത്രം വരും. ഓക്കേ. അല്ലാഹു ഉന്നതനാണവൻ, ഉലകത്തെ പടച്ചവനുടയവൻ, അവനുടെ ഉൽഫത്തായി പുതുക്കത്തിൽ അനുമതം നേടിയ മാംഗല്യം. സുരകന്യകൾ ഇറങ്ങുന്ന സന്ധ്യയിൽ സ്വരവാണികൾ പാടുന്നു ഈരടികൾ, സുമസൂനങ്ങൾ അലങ്കൃത വേദികയിൽ സ്മിതം തൂകി തിളങ്ങുന്നു മണവാട്ടി. ഇനി നമുക്ക് ഒരു അടിപൊളി ഗാനം കേൾക്കാം. മച്ചാൻ പേര് മധുരേ, നീ ഇന്ന് പാല് എതിരേ. മച്ചാൻ പേര് മധുരേ, നീ ഇന്ന് പാല് എതിരേ. ആരക്കകടി പറന്നു വരൂ 2 കാല് കുതിരേ. മച്ചാൻ പേര് മധുരേ, നീ ഇന്ന് പാല് എതിരേ. ആരക്കകടി പറന്നു വരൂ 2 കാല് കുതിരേ. മറയടിച്ച പാട്ട് വരും, ഉറയടിച്ച ആട്ടം വരും, പട്ടി വന്ന് മുന്നേ പാർത്ത കട്ടനത്ത് കൂടെ വരുമേ. മച്ചാൻ പേര് മധുരേ, നീ ഇന്ന് പാല് എതിരേ.
இங்கே ஓடவா ஒளி விளையாடவா 10 விரல் காத்திருக்கும் பந்தல் பொண்ணு போடவா உலகம் திருடி உனக்குள்ள இருடி கொஞ்சி கொஞ்சி பேசிக்கலாம் கொஞ்ச நேரம் குருடி மச்சான் பேரு மதுரை நீ பாரு எதிரே ഇനി ഒരു അടിപൊളി സിനിമാറ്റിക് ഡാൻസ്.
താരങ്ങളുടെ ഇന്റർവ്യൂ വളരെ രസകരമായ ഒരു ഐറ്റമാണ്, പ്രത്യേകിച്ച് നടിമാരുടെ. അവരുടെ പൊങ്ങച്ചം ഒന്ന് കേൾക്കേണ്ടത് തന്നെ. സാറെന്താ എന്നെ വിളിച്ച അത്യാവശ്യമായിട്ട് വരാൻ പറയുന്നതാണ്? അല്ല, സാറാണ് ഈ പടത്തിന്റെ ഡയറക്ടർ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ ആ കടയിൽ നിന്ന് നായികന് കടന്നു വരുന്ന സീനാണ്. നമ്മള് ആ കടയിൽ നിന്ന് ഇങ്ങനെ വരുമല്ലേ, ആ പക്ഷെ ആ കടയിൽ നിന്ന് വരാൻ പറ്റത്തില്ല. ഇവിടെ ഞാൻ ആ കടയിൽ പൈസ കൊടുക്കാം. സാറേ എനിക്കൊരു സംശയമുണ്ട്. സാർ എന്താ ഇങ്ങനെ പിടിക്കണതിന്റെ ഇതെന്താണത്? ഇങ്ങനെ പിടിക്കുന്നത് എല്ലാ സംവിധായകരും ഇങ്ങനെ പിടിക്കാറുള്ള. അതായത് ഒന്നെങ്കിൽ പടം പൊട്ടും അല്ലെങ്കിൽ വിജയിക്കും. അതാണ് അതിന്റെ അർത്ഥം. അതാണ് ഇങ്ങനെ പിടിക്കുന്നത്. സാറേ മറ്റേ കണക്കുകളും കാര്യങ്ങളൊക്കെ ഒന്നും പ്രൊഡ്യൂസർ പ്രത്യേകം പറഞ്ഞു ഇന്ന് രാത്രി കണക്ക് ഏൽപ്പിക്കണമെന്ന്. സാറേ ഞാൻ പറഞ്ഞ കണക്ക് വളരെ കൃത്യമായിട്ട് സംഗീതം ചെയ്ത ആൾക്ക് 30,000 രൂപ കൊടുത്താ നമ്മള്. സംഗീതം ചെയ്യുന്ന ആൾക്ക് മ്യൂസിക് ഡയറക്ടറിന് 30,000 രൂപ കൂടെ കൊടുത്താ. എടോ അയാൾ 15,000 രൂപയ്ക്ക് സമ്മതിച്ചല്ലേ? അയാൾ 15,000 രൂപക്ക് സമ്മതിച്ചാണ്, ശരിയാണ്. അയാൾ താമസിച്ച ഹോട്ടലിൽ പോയി അയാൾ സംഗീതം ചെയ്ത് അവിടെ സ്ഥിരം താമസിക്കുന്നേക്കാൾ അവിടെ ഇറങ്ങിപ്പോയി. അവരുടെ 15,000 കൂടി ഞാൻ തീർത്തിട്ടുമാണ് വന്നേക്കുന്നത്. മനസ്സിലായ? 2 മാസം 40,000 രൂപ കൊടുത്താ. 2 മാസത്തിന് 40,000? 40,000 രൂപ ഞാൻ കൊടുത്തു. എടോ അയാൾ 15,000 രൂപയ്ക്ക് സ്റ്റാൻഡ് ചെയ്യാമെന്ന് സമ്മതിച്ചത്. ശരിയാണ്. 15,000 രൂപ ഏറ്റാണ് 25,000 രൂപ എന്നോട് ഇടിച്ചു മേടിച്ച്. അതറിയാമോ? അത് പോട്ടെ, അവിടെ നമ്മുടെ ഡാൻസ് മാഷിന് 30,000 രൂപ കൊടുത്താ. ഡാൻസ് മാസ്റ്റർക്ക്? എന്റെ പൊന്ന് സാറേ, ഡാൻസ് മാഷിന് 30,000 രൂപ നമ്മൾ കൊടുത്തില്ലേ? താരെന്തിനാ 30,000 കൊടുത്തേ? എടാ ആ ഡാൻസ് മാസ്റ്റർ 10,000 രൂപയ്ക്ക് സമ്മതിച്ചു, അറിയോ? എന്റെ പൊന്ന് സാറേ ശരിയാണ്, 10,000 രൂപക്ക് സമ്മതിച്ചതാണ്. പക്ഷെ അയാൾക്ക് ഇവിടെ ഇത് ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി 20,000 രൂപ ചെലവാക്കിയിട്ടാണ് ഈ പടത്തിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്നത്. അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ലോ ബഡ്ജറ്റ് ഇത്ര, നമുക്ക് ബിഗ് ബഡ്ജറ്റ് ഇത്ര ആക്കി എടുക്കാന്ന് പറഞ്ഞില്ലേ? അത് ശരി. അപ്പൊ ബിഗ് ബഡ്ജറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ശരിയായിക്കോളും. സർ എന്താ ഇത്? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാനൊന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നു. ചെയ്തോളൂ. ആരെ? എന്നെ. സാറിനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഈ കാടിന്റെ മക്കളുടെ നായകനെ ഉദ്ദേശിച്ചില്ല. ഞാൻ ഉദ്ദേശിച്ചത് മാഡത്തിനെയാണ്. ഞാൻ നായകനല്ല, ഡയറക്ടറാ. എന്തു ആയിക്കോട്ടെ, എങ്കിലും ഞാൻ സാറിനെ ഉദ്ദേശിച്ചിട്ടില്ല. സാർ മാഡത്തിന് 5 മിനിറ്റത്തേക്കിന് ഒരു കാര്യമുണ്ട്. ഈ ഷൂട്ടിങ്ങിനിടയിൽ നമ്മൾ ഇന്റർവ്യൂവിന്റെ സമയം തരാറില്ല. എനിക്കൊരു 5 മിനിറ്റ് മതി സാർ. മാഡം ഒരു പുതുമുഖമായത് കൊണ്ട് മാത്രമാണ് ഞാൻ സമയം എനിക്ക് 5 മിനിറ്റ് മതി. വളരെയാണ്, വളരട്ടെ. കുഴപ്പമില്ല എനിക്ക് 5 മിനിറ്റ് മതി സാർ. പെട്ടെന്ന് മാറണം കേട്ടോ. ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ്. അതെ, ഞാൻ ഈ ചന്ദ്ര ടിവിയുടെ സിനിമയ്ക്ക് സ്കോപ്പ് ഇല്ല എന്ന പ്രോഗ്രാമിൽ നിന്ന് വരികയാണ്. അപ്പൊ മാഡത്തിന് ഇപ്പോഴത്തെ ഈ സമയത്ത് മാഡം എത്ര ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണല്ലോ. അപ്പൊ മാഡത്തിന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും അത് പ്രേക്ഷക മുഖേന എത്തിക്കുക എന്നുള്ളതാണ്, അവരുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യമായി മാറിയിരിക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ. ഈ പ്രോഗ്രാമിന്റെ പേരെന്താണ്? സിനിമയ്ക്ക് സ്കോപ്പ് ഇല്ല എന്നുള്ള പേര്. ഞാൻ എപ്പോഴേക്കോ കണ്ടിട്ടുണ്ട് തോന്നുന്നു. ആണല്ലേ? ഇതുവരെ സംപ്രേഷണം ചെയ്ത് തുടങ്ങിയിട്ടില്ല. വേറെ പ്രോഗ്രാം ആയിരിക്കും. അപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ചോദിച്ചോളൂ. മാഡം, ഈ സിനിമയെ കുറിച്ച് എന്താണ് ധരിക്കുന്നത്? ഇപ്പോ എന്ത് ധരിച്ചാലും സിനിമയിലൊന്നും ധരിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമുള്ള കാര്യം. അത് പോട്ടെ. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ മാഡത്തിനെ കാണാൻ വന്നപ്പോ മാഡത്തിന്റെ സംസാരിക്കുന്ന ഒരു തത്ത ഉണ്ടായിരുന്നില്ലേ? തത്തയുടെ കാര്യം മാത്രം എന്നോട് ചോദിക്കരുത് കേട്ടോ. വൃത്തികെട്ട തത്ത. ഞാൻ പാലും പഴവും കൊടുത്ത് വളർത്തിയാണെന്ന് ഒരു വിചാരം അതിന് വേണ്ടേ? എന്നെ മേക്കപ്പ് ഇട്ട് കാണുമ്പോ ആ തത്ത എന്നെ ആന്റിന്ന് വിളിക്കും. മേക്കപ്പ് ഇടാണ്ട് കാണുമ്പോ എന്റെ അമ്മൂമ്മയെന്ന് വിളിച്ചേക്കണം. ആ തത്ത കൊഴുത്ത് ജനിച്ച് കൊന്നു കളഞ്ഞു. നല്ല വിവരമുള്ളൊരു തത്തയായിരുന്നു, അതിനെ കൊന്നു കളഞ്ഞ്. പിന്നെ മാഡം, ഞാനൊരു സംഭവം ആലോചിക്കായിരുന്നേ. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കേട്ടോ. എന്താ വെച്ചാൽ മാഡം ഒരു തുണിക്കടയുടെ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ട് മാഡം ചെന്നില്ല എന്നുള്ളൊരു സംഭവം കേട്ടോ. എന്താണത്? ഒരിക്കലും നമുക്ക് ഈ വസ്ത്രത്തോട് വലിയ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പറ്റില്ലാത്ത പോകാൻ പാടില്ല. താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ നല്ലത്? അതെ, കറക്റ്റ് ആണ്. പക്ഷെ ഞാൻ വേറെ സംഭവം കൂടെ അറിഞ്ഞു മാഡം. മാഡം പുതിയൊരു വീട് പണിതെന്ന് ഞാൻ കേട്ടു. പക്ഷെ അതല്ല, വീട് പണിതല്ല വാർത്ത. 3 നിലയുള്ള വീടാണ്. അതല്ല വാർത്ത. ആ വീടിന് ബാത്റൂം ഇല്ല എന്നുള്ളതാണ് ഒരു ഭയങ്കര ഹോട്ട് ന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഒരു ഹോട്ട് ന്യൂസ് ആയിട്ട് എല്ലാ ചാനൽസിലും എല്ലാ മാഗസീൻസിലും ഒക്കെ വന്നിരുന്നു. അത് സത്യമാണ് കേട്ടോ. എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം? അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും ഒരു 5-6 കുളിസീനുകളും ഉണ്ടാവാറുണ്ട്. ഒരു ബാത്റൂമിന്റെ ആവശ്യമില്ലല്ലോ. ഈ 5-6 കുളിസീനൊക്കെ അഭിനയിക്കുമ്പോൾ മാഡത്തിന് പനി ഉണ്ടാവത്തില്ലേ? ഓ, അതെങ്ങനെ വരാൻ?
പറഞ്ഞു എനിക്ക് പണ്ട് കക്കാവ അല്ല ഞങ്ങൾക്ക് വീട്ടിൽ എനിക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾക്ക് ബോട്ടിങ് എന്റെ ഹോബി ആയിരുന്നു. അപ്പൊ അതിനെല്ലാം പോകുമ്പോ സ്വിമ്മിംഗ് ഹോബി ആയതുകൊണ്ട് വെള്ളത്തിൽ തന്നെ പ്രോബ്ലം ഉണ്ടാവാറില്ല. പിന്നെ മാഡം ഇനി ഞാൻ അടുത്ത് ചോദിക്കാൻ പോകുന്ന ചോദ്യം എല്ലാ സിനിമാ താരങ്ങളോടും ചോദിക്കാൻ അവരാഗ്രഹിക്കുന്നതും ഞങ്ങൾ ആഗ്രഹിക്കുന്നതുമായ ഒരു ചോദ്യമാണ്. ഈ നവരസത്തെ കുറിച്ച് മാഡത്തിന്റെ അഭിപ്രായം? എനിക്ക് വലിയ ഇഷ്ടമില്ല, എനിക്ക് തക്കാളി രസം കേട്ടോ ഇഷ്ടം. നല്ല കുരുമുളകൊക്കെ ചേർത്ത് എന്ത് സുഖമായിരിക്കും അറിയോ വയറ്റിന്. അത് ശരി, നമുക്ക് ഓടി നടന്നങ്ങ് അഭിനയിക്കാൻ പറ്റും, നല്ല പാറി പറന്ന് നടന്നിട്ട്. അതെ അല്ലേ? ദൈവമേ. മാഡം ഈ പത്മശ്രീയെ കുറിച്ച് എന്താണ് മാഡത്തിന്റെ അഭിപ്രായം? അവളെ കുറിച്ച് മാത്രം എന്റെ അടുത്ത് ചോദിക്കരുത്, വൃത്തിയായിട്ട് അവളൊരു മാഗസീനിൽ എഴുതിയിരിക്കുന്നു എനിക്ക് 22 വയസ്സായെന്ന്. ഓരോരുത്തർ എനിക്ക് 3 കുട്ടികളുണ്ടെന്ന്. എനിക്കത് എങ്ങനെ ഫീൽ ചെയ്യും ആലോചിച്ച് നോക്കൂ. എന്നോട് മാത്രം ചോദിക്കരുത്. അവളെ എവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ആളെ വിട്ട് തല്ലിക്കാൻ ഏർപ്പാട് ഞാൻ ചെയ്യും. നോക്കിയോ? കൂളായോ? സോറി, ഒരു നിമിഷം ഞാൻ ചോദിച്ചോളൂ. മാഡം ഈ വണ്ടിച്ചെക്കിനെ കുറിച്ചുള്ള മാഡത്തിന്റെ അഭിപ്രായം എന്താ? എനിക്ക് അതിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. നമ്മളിപ്പോ വണ്ടിക്ക് ഇന്ന് മേടിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിക്കാശ് കൊടുക്കേണ്ടി വരും ഇല്ലേ? ചെക്ക് മേടിക്കാൻ പോകുമ്പോ അവരിങ്ങോട്ട് വണ്ടിക്ക് വന്ന് തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിക്കാശിലാവും. കാലും കെട്ടിയിരുന്ന ചെക്ക് 2 കൈ നീട്ടി മേടിക്കാൻ പറ്റും. അതിലും നല്ലത് എന്റെ പോളിസി അനുകരിക്കണം സിനിമാ നടിമാർ ആരാണെങ്കിലും അല്ലേ? പിന്നെ മാഡം മാഡത്തിന് ഈ അടുത്തിടെ ഒരു അവാർഡ് കിട്ടിയെന്ന് കേട്ടല്ലോ, എന്താണ് അതിനെ കുറിച്ച് ഒന്ന് 2 വാക്ക് സംസാരിക്കണം മാഡം. സത്യത്തിൽ ആ അവാർഡ് പ്രേക്ഷകർ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല പറയാനായിട്ട്. എനിക്ക് എനിക്ക് അവര് മനസ്സറിഞ്ഞ് നൽകിയൊരു ഇതായിരുന്നു. അതായത് ഞാൻ 5 വർഷം ഈ ഫീൽഡിൽ നിന്ന് വിട്ടു നിന്നിരുന്നു. ഇപ്പൊ ഞാൻ വന്നിട്ട് 1 മാസേ ആയിട്ടുള്ള ഫീൽഡിലേക്ക്. ഇപ്പൊ തന്നെ ഞാൻ 15 പടത്തോളം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നാലും ഞാൻ 5 വർഷം ഫീൽഡിൽ നിന്ന് വിട്ടു നിന്നല്ലോ. അതിന്റെ സന്തോഷത്തില് പ്രേക്ഷകരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി എനിക്ക് തന്ന ഒരു അവാർഡായിരുന്നു. തീർച്ചയായിട്ടും വളരെയധികം പ്രശസ്തി എനിക്കതിൽ നിന്ന്. മാഡം പിന്നെ വേറൊരു സംഭവം ഞാൻ കേട്ടത് എന്നറിയോ? എന്നോട് ദേഷ്യം തോന്നരുത്. മാഡത്തിന് മാർക്കറ്റ് ഇല്ല എന്നൊരു സംഭവം ഞാൻ ഗോസിപ്പ് ഞാനിങ്ങനെ കേട്ടത് സത്യമാണോ ഇല്ലെന്ന്? ഇത് പറയും, അതെനിക്കറിയാം. പത്മശ്രീ നേരത്തെ പറഞ്ഞവള് അവൾ ഉൾപ്പെടെ ഉള്ളവർ ഇത് പറയുന്ന അറിയാവുന്നതുകൊണ്ടാണ് കഴിഞ്ഞ പടം കമ്മിറ്റ് ചെയ്തപ്പോ ഒരു മീൻ മാർക്കറ്റ് ഒരു പച്ചക്കറി മാർക്കറ്റ് ഞാൻ പറഞ്ഞ വില കൊടുത്തല്ലേ അങ്ങ് മേടിച്ചത്. എനിക്കറിയാം ഇത് അവളുമാരത് പറയൂന്നുള്ളത്. അല്ലെങ്കിൽ എന്നോട് അസൂയുള്ളവരാണല്ലോ ഈ ഫീൽഡിലുള്ളവരെല്ലാം. തീർച്ചയായിട്ടും അസൂയപ്പെട്ടേ പറ്റത്തുള്ളൂ. സൗന്ദര്യം എന്തൊരു ബുദ്ധി. മാഡം ഈ ഭക്ഷണക്രമം എങ്ങനെയാണ്? അതായത് ഇപ്പൊ സിനിമ വരുന്നതിന് മുമ്പ് നമ്മൾ സിനിമയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും അമിത വണ്ണം ഉണ്ടാകാനായിട്ട് നമ്മൾ ഡയറ്റ് ചെയ്യൂല നമ്മൾ. ഈ ഭക്ഷണക്രമം സിനിമയ്ക്ക് മുൻപും പിൻപും അതായത് വന്നതിന് ശേഷവും മുൻപുമുള്ള ഭക്ഷണക്രമം. പണ്ടും ഇപ്പൊ സിനിമയിൽ വരുന്നതിന് മുമ്പാണെങ്കിൽ നന്നായിട്ട് ഡയറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോഴും ഡയറ്റിങ് എന്റെ ഒരു ഹോബി തന്നെയാണ്. തീർച്ചയായിട്ടും ഇപ്പൊ സിനിമയിൽ വരുന്നതിന് മുമ്പ് എനിക്ക് കഞ്ചി കപ്പ ലൈക്ക് ദാറ്റ് നോ. ഇപ്പൊ 5 സ്റ്റാർ ഹോട്ടൽസിലെല്ലാം അതാണല്ലോ മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. അതൊക്കെയായിരുന്നു ഇഷ്ടം. പക്ഷെ ഇപ്പൊ ഫ്രൈഡ് റൈസും ന്യൂഡിൽസും ഒന്നും ഇല്ലാണ്ട് എനിക്ക് ഒട്ടും മുമ്പോട്ട് മാറ്റില്ല. പിന്നെ ചിക്കൻ 65 മൈ ഫേവറേറ്റ് യു നോ. എല്ലാ നേരവും എനിക്കിത് വേണം. പിന്നെ എനിക്കൊരു നിർബന്ധമുള്ളത് 1 hour വിട്ട് ഫ്രഷ് ജ്യൂസ് വേണം കേട്ടോ. അത് നമ്മുടെ കോംപ്ലക്ഷൻ മുസംബി പിന്നെ പൈനാപ്പിൾ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കോംപ്ലക്ഷൻ എല്ലാം നന്നായിട്ട്. ചുമ്മാ നല്ല 5 പടത്തിൽ അഭിനയിച്ചേക്കും. മാഡം വേറെ സംഭവം ചോദിച്ചോട്ടെ? മാഡം ഈ ഒന്നും തോന്നരുത്, ഈ സൗന്ദര്യം നിലനിർത്തുന്നത് എങ്ങനെയാ? അത് സൗന്ദര്യം നിലനിർത്താൻ നമ്മൾ ഒരിക്കലും ഇപ്പൊ പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ അത് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ആദ്യം ഓവർ മേക്കപ്പ് ചെയ്യാതിരിക്കുക. ഓവർ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ പോസ് വരും, അങ്ങനെ ഭയങ്കര ഡാർക്ക് സർക്കിൾസ് വരും, അങ്ങനെ ഭയങ്കര പിന്നെ ഇത് സാധാരണ പെൺകുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സിനിമാ നടികളാവുകയാണെങ്കിൽ കല്യാണമേ കഴിക്കരുത്. കല്യാണം കഴിച്ച സൗന്ദര്യം പോകും എന്റെ അഭിപ്രായം. അതുകൊണ്ട് ഞാൻ കല്യാണേ കഴിച്ചില്ല. അതെ, വിവാഹം കഴിച്ചിട്ടേ ഇല്ല. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മാഡം? ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചോദിച്ചു എങ്കിലും മാഡത്തിന് ഈ മലയാള സിനിമയ്ക്ക് വേണ്ടി മാഡം എന്തൊക്കെ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്? എനിക്ക് വളരെ വലിയൊരു സംഭാവന ചെയ്യാനാണ് സാധിച്ചത്. അതായത് നിങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത ആ സംഭാവനയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്, ജനത്തിന് അറിയേണ്ടത് ആ സംഭവം. അതായത് കല്യാണം കഴിക്കാത്ത എനിക്ക് 3 4 കൃത്യമായിട്ട് പറഞ്ഞല്ലോ 4 ബാലതാരങ്ങളെ മലയാളം സിനിമയ്ക്ക് വേണ്ടി സംഭാവന ചെയ്യാൻ സാധിച്ചു. അതെ, ഒരു
വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട്. ഇതെന്താണ് മാഡം ഇത്? വല്ല ജോലിക്കാരൻ മാഡം പിരിച്ചു വിട്ടോ? അവര് ജോലിക്കാരൊന്നുമല്ല. പിന്നെ ഏതൊക്കെ എന്റെ ഭർത്താക്കന്മാരാ, ഞാൻ പിരിച്ചു വിട്ടതാന്നേ. അവരിപ്പോ തിരിച്ചെടുക്കാൻ പറഞ്ഞ അവന്മാര് സമരം ചെയ്തോണ്ടിരിക്കുക. എന്റെ പാട്ടി തിരിഞ്ഞു നോക്കും. ഇനി നമുക്ക് ഒരു അടിപൊളി ഗാനം കേൾക്കാം. तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम. तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम. जो कभी हम मिले तो जमाना दे देगा अपना प्यार. ओ मेरे यार, ओ मेरे यार, तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम.
जो कभी हम मिले तो जमाना दे देखा अपना प्यार। ओ मेरे यार, ओ मेरे यार, तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। मैं शायर नहीं, दीवाना नहीं, मैं आशिक नहीं, परवाना नहीं। मैं शायर नहीं, दीवाना नहीं, मैं आशिक नहीं, परवाना नहीं। मिली जब से नजर कब से जाने जिगर, मिली जब से नजर कब से जाने जिगर। मैं हो गया दीवाना, मैं हो गया दीवाना, अब जाने क्या होगा जाने जाना। तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। फिर कहा कब मुलाकात हो, ओ हसीना से सिलसिल की बात हो। क्या पता फिर कहा कब मुलाकात हो, ओ हसीना से सिलसिल की बात हो। उसके जैसी हंसी मैंने देखी नहीं, उसके जैसी हंसी मैंने देखी नहीं। रोक के जमाना में मैंने दिल में जाना, मुझको तेरे अभी अपना बनाना। तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। की तमन्ना है, प्यार का इरादा है और एक वादा है जानम। जो कभी हम मिले तो जमाना दे देगा अपना प्यार। ओ मेरे यार, ओ मेरे यार, तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। പ്രേമത്തിന് കണ്ണില്ലാന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, പക്ഷേ പ്രായമില്ലാന്ന് നമ്മൾ ആരും കേട്ടിട്ടില്ല. പ്രേമത്തിന് പ്രായവും പ്രശ്നമല്ല എന്ന് തെളിയിക്കുകയാണ് ഈ പയ്യൻ. എവിടെ പോയി കിടക്കണം? ഇന്ത്യക്കാര് വിട്ട ഉപഗ്രഹം പോലെ ചുറ്റി കിടക്കാണ്ട് എവിടെ പോയി കിടക്കരുത്? എന്താണ് വാപ്പച്ചി പ്രശ്നം? നീ പോയിട്ട് നിന്റെ ഉമ്മനെ വിളിച്ചിട്ടുണ്ടോ? ഉമ്മ സിനിമക്ക് പോയി, കേട്ടില്ലേ? ഉമ്മ സിനിമക്ക് പോയിരുന്ന? ആ ബാബടുത്ത് പറഞ്ഞു പറഞ്ഞിട്ടാണോ പോയത്? എന്നോട് പറയാണ്ട് ഉമ്മ സിനിമക്ക് പോയിന്നാ? എന്റെ പൊന്നെ, നീ എന്താണ് നിന്ന് പരിങ്ങണ? നീ
എന്നിട്ട് പോക്കറ്റിൽ കയറി എന്താണിത്? ഒന്നുമില്ല. ഒന്നും ഇല്ലാണ്ടിരിക്കില്ല, എനിക്കറിയാൻ പാടില്ല. ഞാൻ നിന്റെ വാപ്പല്ലേ, എനിക്കറിയാം. എടുത്തേക്കട്. ഒന്നുമില്ല വാപ്പച്ചി. ഇങ്ങനെ എടുക്കട. ലവ് ലെറ്റർ ആണ്ടാ. ലവ് ലെറ്റർ എഴുതാനുള്ള പ്രായം നിനക്ക് നോക്കട്ടെ നോട്ടെ. എന്നാ ചെറുപ്പത്തിലെ ലവ് ലെറ്റർ ഒറ്റ കീഴിയാണെന്നുണ്ടല്ലേ? ആ, ഇതെന്താണ് ഈ എഴുതിയേക്കണത്? ഇതെന്താണിത്? നിങ്ങളുടെ പ്രിയപ്പെട്ട നാരിക്ക. പ്രിയപ്പെട്ട നാദിരക്കെന്നാണ് എഴുതിയത്. അങ്ങനെ ആയിപ്പോയി. ആയിപ്പോയതാണ് പ്രിയപ്പെട്ട നാദിരയുടെ നാദിര. പക്ഷെ എന്താണ് ഇത്? എന്താണ് ഈ എഴുതിയേക്കണേ? കാരണം ഞാൻ നാളെ കക്കൂസിന്റെ പിറകെ വാരും, നീയും വാരണമെന്നാ. ഞാൻ നാളെ കക്കൂസിന്റെ പിറകെ വരും, നീയും വരണമെന്നാ എഴുതിയത്. പക്ഷെ ഇങ്ങനെ ആയിപ്പോയി വാപ്പച്ചി. അതും അങ്ങനെ ആയിപ്പോയി. ആ, എന്താടാ ഇത്? എന്റെ വാപ്പ പിച്ചിയും ഉമ്മ മച്ചിയും എന്താണ് എഴുതിയേക്കണത്? എന്റെ വാപ്പച്ചി ഉമ്മച്ചിന്നാണ് എഴുതി വെച്ച. പക്ഷെ അങ്ങനെ ആയിപ്പോയാണ് വാപ്പച്ചി. ഉമ്മച്ചി മച്ചിയല്ല. എന്താടാ ഇത്? 1000 മുത്ത്. എന്താടാ ഇത്? വാപ്പിച്ചു മറ്റേത്. മറ്റേത് തെളിച്ച് പറയടാ നീ. മറ്റേത്. ഓ മറ്റേത്. ആ മറ്റേത്. മോനെ മറ്റേതായിരുന്നല്ലേടാ. നീ ഇങ്ങനെ പോയി കഴിഞ്ഞ ഇത് പിടിച്ചേ. എന്താണ്? കല്യാണക്കാര്യം പറയാൻ പോണടാ. ഇത്ര ചെറുപ്പത്തിൽ നിനക്ക് നിലത്തിട്ട് ഞാൻ ചവിട്ടിയാൻ കൂട്ടും ഞാൻ. എടാ നീ ഇത്ര ചെറുപ്പത്തിൽ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ നീ നാദിരനല്ല, നീ സിൽക്ക് സ്മിതനെ വരെ നീ പ്രേമിക്കും. മനസ്സിലായോ? പോട്ടെ. എവിടാ? ആ ഞാൻ പോട്ടെ. അങ്ങാട് പോടാ. അവിടെയാണോ നിന്റെ വീട്? അങ്ങാട് പോ. സ്മിതനെ പ്രേമിക്കാൻ പോണ്. ഇനി നമുക്ക് ഒരു അടിപൊളി ഗാനം കേൾക്കാം.
ഒരു അടിപൊളി സിനിമാറ്റിക് ഡാൻസ്. പോലീസ് സ്റ്റേഷൻ സ്കിറ്റുകൾ ഒരുപാട് നാം കണ്ടിട്ടുണ്ട്.
അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു പോലീസ് സ്റ്റേഷൻ കോമഡിയാണ് അടുത്തത്. സെഞ്ചുറി വിഷന്റെ കോമഡി മൂസ എന്ന VCDയിലൂടെ നമ്മുടെ മുന്നിലെത്തി 8 സുന്ദരികളും ഞാനും എന്ന ഹാസ്യ പരമ്പരയിലൂടെ മലയാളികളുടെ ജാഫർ സിംഗായി മാറിയ ജാഫറും സംഘവും അവതരിപ്പിക്കുന്ന ഈ സ്കിറ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. പിന്നെ 10-35 പോലീസുകാരുള്ള പോലീസ് സ്റ്റേഷൻ ആവശ്യം വന്നപ്പോൾ ഒരൊറ്റ ഒരുത്തനുണ്ടോന്ന് നോക്കി. ഈ ഞാൻ കിടന്ന് ബുദ്ധിമുട്ടുമല്ലത് ഉറങ്ങണുണ്ട്. എറിഞ്ഞാൻ കൊള്ളി. ഇതാരാ ഇത്? എന്തെങ്കിലും കാരണമായിരിക്കും. ഹലോ 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 ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? അതെ, പോലീസ് സ്റ്റേഷൻ. ആരാണ്? 100 ഉണ്ടോ? 100 ഉണ്ടോ? അമ്പൂര് വിട്ടു. ഹലോ, അമ്പൂര് വിട്ടു. കോൺസ്റ്റബിൾ 100 ദിനുണ്ടെന്ന്. കോൺസ്റ്റബിൾ 100 ദിനോ? ചുമ്മാ വിളിക്കാം. ഞാൻ ഓർത്തു ക്വാർട്ടർ മേടിക്കാൻ സർക്കിള് എന്നെ ചലക്കും. ഇനി എന്നാണ് കുറച്ച് ശരിയാണ്. മൂവാറ്റുപുഴയിലെ പെണ്ണ് വെള്ളത്തിൽ ചാടി മരിച്ചില്ലേ? അതിന്റെ ആ അവസരങ്ങൾ തയ്യാറായി. ഹലോ ഹലോ ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? അതെ, പോലീസ് സ്റ്റേഷനാണ്. സാറേ, നെമ്മീന് കിലോ എന്ത് വില ഉണ്ട്? നെമ്മീന് കിലോ എന്ത് വില ഉണ്ടെന്ന്? നെന്മീനോ? ആ, നെയ്മീനല്ലേ? നെമ്മീന് കിലോ എന്ത് വില ഉണ്ട് സാറേ? ഒരു മിനിറ്റ്. എടോ, നെയ്മീനല്ലേ കിലോ? ഞാൻ മാർക്കറ്റിൽ പോയില്ലായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എന്നാ കാണിച്ചിട്ട് സാർ, ഇത് പോലീസ് സ്റ്റേഷനല്ലേ? ഇങ്ങോട്ട് വിളിച്ചാൽ. ഹലോ, ഇതാരാ ഇത്? ഹലോ, എടാ, നെയ്മീന് വില ചോദിച്ചാ പോലീസ് സ്റ്റേഷൻ വിളിച്ചു ചോദിച്ചാ നീ ആരാ? പോലീസ് സ്റ്റേഷനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിച്ചത്. എന്തിനാണ് അങ്ങനെ ചോദിച്ചത്? രാവിലെ പത്രത്തിൽ ഒരു പരസ്യം കണ്ടായിരുന്നു. എന്നാ? കേരള പോലീസ് കേരളം കംപ്ലീറ്റ് വല വീശിയിരിക്കുകയാണെന്ന്. അമ്മയുടെ തലയെ കൂടെ ബോർഡാണോ വെച്ചിട്ട് പോയി? ഇപ്പൊ വിളിച്ച ആളെ അറിയാവാ? ഇപ്പൊ വിളിച്ച ആളെ അറിയാവാ? ഇല്ല, നിന്റെ അഡ്രസ് പറഞ്ഞ്. എവിടുത്താന്ന് അറിയാവാ? ഇല്ലടാ. ഭാഗ്യം. ഇവനൊക്കെ നെയ്മീന് പോലീസ് സ്റ്റേഷനിൽ വില എഴുതണോ? എനിക്ക് പറ്റിയല്ല. എനിക്ക് ഇങ്ങനെ ഉണ്ടോ ഒരു പോലീസ് സ്റ്റേഷൻ? ഇതൊക്കെ തലയെ വെച്ചോണ്ട് നടക്കണേ. എന്നെ വേണം. പിന്നെ അടിക്കണു. ഞാൻ ഇവിടെ ഇരുന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ ഫോൺ എടുത്ത് ഞാൻ വലിച്ചു പറിച്ചെറിഞ്ഞ അന്നേരത്തേന് പെണ്ണുമ്പിള്ള പറഞ്ഞു മൊബൈലില്ല എന്ന്. അങ്ങനെ മേടിച്ചു. എനിക്ക് പറ്റിയ കണ്ടവർക്ക് കൊണ്ട് നമ്പർ കൊടുക്കുന്നത്. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? പിന്നെ പോലീസ് സ്റ്റേഷൻ അല്ലാതെ പിന്നെ പോലീസ് സ്റ്റേഷൻ പിടിക്കുക? പോലീസ് സ്റ്റേഷൻ അല്ലാതെ ചാലക്കുടി ചന്ത 2 വർഗീയ പാർട്ടികൾ തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുന്നത്. എന്നാ? 1-2 പേര് ചത്തിട്ടുണ്ട്. സാർ ഇപ്പൊ തന്നെ കുറച്ച് പോലീസുകാരായിട്ട് ഇവിടെ എത്തണം, അല്ലെ ഇവിടെ ചോര പുഴ ഒഴുകൂടെ. അതെ, നിങ്ങളെ നാട്ടുകാർ കൂടി ഇവിടെ എങ്ങനെ ഒന്നും പാടില്ല, ചെയ്യല്ല എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാൻ പാടില്ല. ഒന്നും നടക്കുകയല്ല, സാറ് വരണം. അതെയോ? ഒരു മിനിറ്റ് കേട്ടോ. പെട്ടെന്ന് വരണം. ചാലക്കുടി ചന്തയിൽ ഭയങ്കര വർഗീയ പാർട്ടികൾ തമ്മിൽ ഭയങ്കര അടിയാ. 3 പേരെ കൊന്നിട്ടേക്ക, വേറെ പിന്നെ വടിവാട് വെച്ച് വീശി കിടക്കുന്ന. എന്നാ വേണ്ടേ? ഞാനിന്ന് ലീവാ സാറേ. എന്നെ ചെയ്യണം. എന്നെ കൊണ്ട് പറ്റത്തില്ല. ഹലോ, ഇപ്പൊ വിളിച്ചാളാണോ? അതെ, ഇപ്പൊ വർഗീയ പാർട്ടിയുടെ അതെ 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 കുത്തുങ്കൊല നടക്കണ അവിടുന്ന് വിളിച്ചാണോ? അതെ, അവിടുന്ന് വിളിച്ചാള് തന്നെ. അമ്മയാണ് സത്യം? ഉറപ്പായിട്ടും അയാള് തന്നെ. ഉറപ്പാണോ? അതേ, അമ്മയാണ് സത്യം, അയാള് തന്നെ. ഈ സബ്സ്ക്രൈബർ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങോട്ട് വിളിച്ച കിട്ടിയല്ല. കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. അതെ, ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചു നോക്കട്ടാ. കിട്ടുമ്പോ ശരിയാക്കട്ടാ. അവൻ ചമ്മിപ്പോയി. അവൻ ഇവനൊക്കെ ഇങ്ങനെയുണ്ടോ മനുഷ്യൻ? വെറുതെ ഓരോരുത്തരൊക്കെ വന്ന് കാണിച്ചോണ്ടിരുന്നുള്ളൂ. എന്നാണോ കാണിച്ചത്? ഇങ്ങനെയാണോ സല്യൂട്ട് അടിക്കണേ? ഈ കബഡിക്കാരെയൊക്കെ പോലീസ് സ്റ്റേഷൻ പോലീസായിട്ട് എടുത്തപ്പോഴേ എനിക്ക് തോന്നിയതാ. എടോ, ഞാനൊക്കെ നേരിട്ട് കിട്ടണ എങ്ങനെയാ? നേരിട്ട് പോലീസിൽ എടുക്കണതിന് കിട്ടിയതാ. അറിയോ? സല്യൂട്ട് അടിക്കുമ്പോഴൊന്നും അങ്ങനെയൊന്നുമല്ല. സല്യൂട്ട് അടിക്കുക, സല്യൂട്ട് അടിക്കുന്ന ഒരു വൃത്തി മനയൊക്കെ ഉണ്ട്. സല്യൂട്ട് അടിക്കുമ്പോ ഇതാണോ ഇതണ്ട 5 വിരലും ഇങ്ങനെ ഒപ്പം എന്റെ നെറ്റി കണ്ട, നെറ്റിയുടെ നേരെ വന്നിരിക്കണം കണ്ട. അങ്ങനെ സല്യൂട്ട് അടിക്കണം. സല്യൂട്ട് അടിക്കുക. സല്യൂട്ട് അടിക്കുക.
സാധനമാണോ നോക്കിക്കോ. സല്യൂട്ട് അടിച്ച് അങ്ങനെയാണ് സാർ അടിക്ക. ഇങ്ങനെ വന്നിട്ട് എന്റെ നെറ്റിയുടെ നേരെ കൈ വന്ന അടിച്ചോ. ഇതെന്നതാ എന്റെ നെറ്റിയുടെ നേരെ ആണോ കൈ കൊണ്ടുവന്ന് വയ്ക്കണം. പറ്റിയല്ല എനിക്ക്. ഞാൻ എങ്ങനെ എൻ്റെ ഇങ്ങനെ ഉണ്ടോ പോലീസ്? ഇവിടെ മൂവാറ്റുപുഴയിൽ ലിസയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയോ? എഴുതിക്കൊണ്ടിരിക്കുവല്ലേ? പിന്നെ എന്നാ നോക്കി നോക്കിയത്? കുറച്ച് എഴുതിയിട്ടുള്ളൂ. പായി നോക്കിയിരിക്കും, അത് എഴുതണോന്ന് ഓടോന്നു. ഇനിയും കബഡിയും കളിച്ചോണ്ട് വന്നു. എന്നാണോ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു? എന്നാണോ അത് ഈ കണ്ടിട്ട് തന്നെ 2 പിള്ളേരും ഉള്ള എന്നെ ഇനി പെണ്ണ് കാണാൻ കളിയാക്കാൻ നിൽക്കുന്ന പൊക്കോ. അയ്യോ അതല്ല സാർ, ഒരു പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു സാറിന്. അതെയോ? പെട്ടെന്ന് കേട്ടുവിടും. സ്ത്രീകളുടെ പരാതി കേട്ടിട്ട് വിടും. നമ്മുടെ ജീവിതത്തിലും ഇല്ലേ? നമസ്കാരം സാറേ. നമസ്കാരം. ഒത്തിരി കരയണ്ട കേട്ടോ. കാര്യം എന്നോട് പറഞ്ഞു. എന്നാ കുഞ്ഞെ? ഞാനൊരു പാവം വേലക്കാരിയാ. അയ്യോ വേലക്കാരിക്ക് ഇവിടെ സ്ഥാനമില്ല. ശശിധരനല്ലേ നമുക്ക് ചായ അപ്പൊ പിന്നെ അവന്റെ പണി പോവുകയല്ലേ. വേലക്കാരി വേണ്ട. അതുപോലെ ഇവനൊക്കെ ഇവിടെ പോലീസുകാര് പോക്കോ വേണ്ട. പോക്കോ. ഞാനൊരു പരാതി ബോധിപ്പിക്കാൻ വന്നതാ. പരാതി ബോധിപ്പിക്കാൻ പോകുന്നത് ബോധിപ്പില്ലെന്നാ? അതെ, ഞാൻ വേലക്കുന്ന വീട്ടിലെ കൊച്ചമ്മ അവിടുത്തെ സാറിനെ ഞാൻ തന്നെ കൊല്ലും എന്ന് പറഞ്ഞ് എപ്പോഴും ഭീഷണിയാ. എന്നാ? അതെ, ഞാൻ വേലക്കുന്ന വീട്ടിലെ കൊച്ചമ്മ അവിടുത്തെ സാറിനെ ഞാൻ തന്നെ കൊല്ലും എന്ന് പറഞ്ഞ് എപ്പോഴും ഭീഷണിയാ. നീ വേലക്ക് വീട്ടിലെ കൊച്ചമ്മ ആ പെൺപിള്ളയുടെ കെട്ടിയോനെ കൊല്ലുമെന്ന് പറഞ്ഞ് വീഴ്ചപ്പെടുന്നത് നിനക്കെന്നാ പെൺപിള്ള എത്ര സൂക്കാണ്? ഒന്ന് പോ സാറേ. എന്റെ വയറ്റിൽ വളർന്ന കൊച്ചിന് തന്നില്ലാക്കണേ, ഞാൻ സമ്മതിക്കില്ല. അവക്കടെ വയറ്റിൽ വളർന്ന കൊച്ചിന് തന്നയില്ലാക്കാൻ ഞാൻ സമ്മതിച്ചല്ലോ. ചെരുപ്പം കൊണ്ടാ ചെരുപ്പം കൊണ്ട് ആ കള്ളനോട്ട് കേസിലെ പ്രതിയെ കിട്ടിയിട്ടുണ്ട്. എവിടെ? ഇവിടെ വാദിക്കുന്നു. പിടിക്കാം, ഓടിച്ചിട്ട് പിടിക്കാം. അതെ പെട്ടെന്ന് കൊണ്ടുപോകാം. ഇടിക്കോ നല്ലോ ഒന്നും വേണ്ടാട്ടോ. എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടി ചെയ്ത് ഇടിക്കരുത്. ഇടിച്ചേക്കരുത്. അവരെ കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ? ഇടിക്കല്ലേ അവിടെ ഇടിക്കരുത്. ചെരുപ്പും അവിടെ ഇവിടെ വന്നു. എനിക്ക് ഇടിക്കുന്ന ഒന്നും ഇഷ്ടമല്ല. ചുമ്മാ ഇവിടുത്തെ കുറെ പിള്ളേരിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അവന്മാരാ പിടിച്ച് ഇടിക്കുകയൊക്കെ ചെയ്യണം. പറഞ്ഞേ കള്ളൻ്റെ അടിച്ചോടാ. എന്റെ പൊന്നി സാറേ, ഞാൻ അടിച്ചേക്ക നല്ല നോട്ടാ. പിന്നെ മാറാൻ ചെന്നപ്പോൾ അറിയുന്ന കള്ളനോട്ടാന്ന്. മാറാൻ ചെന്നപ്പോൾ അറിയുന്ന കള്ളനോട്ടാന്ന്. ശരി, കള്ളനോട്ടിന്റെ ബിസിനസ് അല്ലേ? ഓടി വല്ലോടത്തും രക്ഷപ്പെടണം. അവൻ ചെയ്തെന്താണെന്നറിയാമോ? എന്നാണ്? അവൻ 5 വയസ്സ് പോലും തികയാത്ത ഒരു പെൺകൊച്ചിനെ 5 വയസ്സുള്ള 5 വയസ്സ് പോലും തികയാത്ത ഒരു പെൺകൊച്ചിനെ അവൻ 5 വയസ്സ് പോലും തികയാത്ത പെൺകൊച്ചിനെ 5 വയസ്സ് പോലും തികയാത്ത പെൺകൊച്ചിനെ അവൻ 1ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്ത്. 1ാം ക്ലാസ്സിൽ ചേർത്ത് 5 വയസ്സുള്ള കൊച്ചിനെ 1ാം ക്ലാസ്സിലുള്ള പിന്നെ ആ യൂണിഫോം അടിച്ചിട്ട് പോലീസായിട്ടും കൂടെ പോരാട്ടോ. തന്നെ ഞാൻ തിരിച്ചു വിട്ടിരിക്കുന്നു. പോടാ, വിളിച്ചിറങ്ങി കേട്ടോ. യൂണിഫോം ഇട്ടോ കേട്ടോ. എനിക്ക് പറ്റിയല്ല. രാജിക്കത്ത് എഴുതി കൊടുക്കാം. ഹലോ, എസ് ഐ അല്ലേ? എസ് ഐ ആണെങ്കിലോ? അല്ല, എസ് ഐ ഇല്ലേ? എസ് ഐ ആനാ. കണ്ടിട്ട് തോന്നുന്നില്ല എസ് ഐ ആന്ന്. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? നീ ആരാണെങ്കിൽ എനിക്ക് ഞാൻ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി മണ്ഡലമാണെങ്കിൽ ഈ സ്റ്റേഷൻ കയറുന്നത് സാറിന് എസ് ഐ ആണെന്ന് ചോദിച്ചു. ഇവന് എന്തായാലും ശിക്ഷ കൊടുക്കണം. വേണ്ടെന്ന് അറിവില്ലായ്മ പോട്ടെ. എന്നാ ശിക്ഷ ഇപ്പൊ കൊടുക്കണം? ഒരു കാര്യം ചെയ്യാം, ഗേറ്റിന്റെ അവിടെ നിൽക്കുന്ന കുറെ പള്ള ഒപ്പിടാക്കെ വെട്ടി തെളിച്ച് വിട്ടേ. ഞാൻ ചെയ്യേണ്ട ജോലി ഇവൻ ചെയ്യേണ്ട കാര്യമില്ല. അത് എനിക്കുള്ള ജോലി, അത് ഞാൻ ചെയ്തോളാം. ഇനിയിപ്പോ എന്നെ ഇവൻ എന്തെങ്കിലും കൊടുത്തേ പറ്റുള്ളൂ. എന്നാ ഒരു 50 രൂപ വണ്ടിക്കൂലി കൊടുത്തു വിടാം. 50 രൂപ വണ്ടിക്കൂലി കൊടുത്തു വിട്ടാൽ മതിയോ? 50 രൂപ വണ്ടിക്കൂലി? അതല്ലേ സാറേ പറഞ്ഞു, ഇവൻ എന്തെങ്കിലും ശിക്ഷ കൊടുക്കണമെന്ന്. ശിക്ഷ ഇപ്പൊ എന്നാ ഇപ്പൊ കൊടുക്കണേ? ഇപ്പം എന്നാ ഇപ്പൊ കൊടുക്കണേ? നമുക്ക് ഇവനെ മൂത്രം കുടിപ്പിച്ചാലോ? മൂത്രം കുടിപ്പിച്ചാലോ?
മൂത്രമൊക്കെ വിഷയം കുടിക്കാൻ പറ്റാതെ മനുഷ്യനെ കൊണ്ട് കുടിപ്പിക്കാൻ പറ്റുമോ? കുടിക്കാൻ വേണ്ട വേണ്ട വേണ്ട. സാറേ മൂത്രം കുടിപ്പിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കുടിപ്പിക്കുമല്ല, അതിനൊക്കെ ചില നടപടിക്രമങ്ങളുണ്ട്. അതെങ്ങനെയാ അത്? അല്ല അവൻ പോയാൽ അവൻ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പാറാവോരം വെടിവെച്ച് കൊണ്ട് അറിയോ അവിടെ വന്നോളൂ. ഇനിയിപ്പോ നമുക്ക് നടപടിക്രമത്തിലേക്ക് കിടക്കാം. അതായത് നമ്മൾ ആദ്യമായിട്ട് ഒരു 1/2 ഗ്ലാസ് മൂത്രം എടുക്കുക. 1/2 ഗ്ലാസ് മൂത്രം എടുക്കണം. അതിനകത്ത് കാച്ചിയ പാലൊഴിക്കുക. കാച്ചിയ പാലൊഴിക്കാം. എന്നിട്ട് ഒരു 4 സ്പൂൺ പഞ്ചസാര ഇടുക. പഞ്ചസാര ഇടാം. പഞ്ചസാര നന്നായിട്ട് അവനെ അങ്ങോട്ട് ഇളക്കുക. നല്ല മധുരമായിരിക്കും, നല്ല പരിവായിരിക്കും. മനസ്സിലായോ? കുറച്ച് സേമിയ വറുത്തിടണം. അത് വേണം. ഒന്ന് മിക്സ് ചെയ്യും. അപ്പൊ നല്ല പരുവത്തിലായിരിക്കും. എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ്, ഏലക്ക, കിസ്മിസ്, അങ്ങനെയൊക്കെ നല്ലോണം നെയ്യ് വറുത്തിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് അവന് കൊടുക്കുമ്പോ ഒരു ചെറുപ്പഴം കൂടെ മോളി വെച്ചിട്ട് കൊടുത്താൽ അവൻ അടിപൊളിയായിട്ട് നന്നായിട്ട് അവൻ കുടിക്കും. ഒന്ന് നിർത്തിക്കണോ? ഇത്ര ഐറ്റംസ് ഒക്കെ ഇടാമെങ്കിൽ അവന് കൊടുക്കണോ? നമുക്ക് കുടിക്കാൻ പറ്റില്ല. ഖൽബാണ് ഫാത്തിമ എന്ന സൂപ്പർ ഹിറ്റ് മാപ്പിള ഗാനം ദീപൻ തമ്പി പാടുന്നു. നമുക്കത് കേൾക്കാം. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. സ്നേഹിച്ചു സ്നേഹിച്ചു കൊതി തീരും മുൻപേ നീ എന്നെ തനിച്ചാക്കി അകന്നിടുമോ? സ്നേഹിച്ചു സ്നേഹിച്ചു കൊതി തീരും മുൻപേ നീ എന്നെ തനിച്ചാക്കി അകന്നിടുമോ? ഒന്നും രണ്ടാണ്, നമ്മൾ രണ്ടും ഒന്നാണ്, എൻ്റെ ഉള്ളിൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ.
ഏഴാം കടലിനടിയിലൊളിച്ചാലും നിന്നെ ഞാൻ തേടിയെത്തും ഭൂമിയിലേ. ഏഴാം കടലിനടിയിലൊളിച്ചാലും നിന്നെ ഞാൻ തേടിയെത്തും ഭൂമിയിലേ. ഒന്നും മിണ്ടാതെ എൻ്റെ നൊമ്പരം കാണാതെ എൻ്റെ കൽബിനൊളിവേ ഫാത്തിമ ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ ഫാത്തിമ. ഒരു നാളിൽ ഞാനവിടെ വരുന്നുണ്ട് പൂമോളെ, മലർമാലയണിക്കാൻ നിൻചാരേ. ഒരു നാളിൽ ഞാനവിടെ വരുന്നുണ്ട് പൂമോളെ, മലർമാലയണിക്കാൻ നിൻചാരേ. താളമേളം ഇല്ലാതെ നാരികളൊപ്പന പാടാതെ നിന്നെ ഞാനൻ സ്വന്തമാക്കിട ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ ഫാത്തിമ. ഇനി ഒരു അടിപൊളി സിനിമാറ്റിക് ഡാൻസ്. அழகிய சுறா அத்துமீராசையில்லையா, கனவில் வந்து எந்த வீரர்கள் கிச்சு கிச்சு மூட்டவில்லையா. அழகிய சுறா அத்துமீராசையில்லையா, கனவில் வந்து எந்த வீரர்கள் கிச்சு கிச்சு மூட்டவில்லையா. வட்ட வட்டமாக வானவில்லை வெட்டி குட்டி குட்டி மாலையாக்குவேன். புறவி ஏறி நீயும் என்னை அள்ளி கொண்டாள், மூச்சு முட்ட முட்ட சூட்டுவேன். கூடு விட்டு கூடு பாயும் வித்தை கற்று உன்னை அடைவேன். அழகிய சுறா அத்துமீற ஆசையில்லையா, கனவில் வந்து எந்த வீரர்கள் கிச்சு கிச்சு மூட்டவில்லையா. கடல் நீளத்தில் கண்கள் கொண்ட பெண்ணிடம் செல்வம் சேரும். கரும் கூந்தலின் பெண்கள் தொட்ட காரியம் வெற்றியாகும். உச்சந்தலையில் உள்ள என் அர்ஜுனமச்சம் சொல்லும். என்னை சேர்பவன் யாரோ அவன் சகலமும் பெற்று வாழ்வான் என்று. அழகிய சுறா
மட்டும் நிராசை இல்லையா கனவில் வந்து எந்த விரல்கள் கிச்சு கிச்சு டாரரா If you wanna come along and sing a song, 'cause this is how we do it when you're having fun. It's our time to play around, we're getting up, we're getting down together. 5, 4, 3, 2, and 1. Is everybody ready? Tell me when you're ready. Is everybody ready? Tell me when you're ready. வாய் என்றால் வணக்கம், பூ என்றால் மணக்கும், வாசப்பூ வணக்கம் வைத்தாலே மணக்கும், பூ வெடிக்கும், தேன் வடிக்கும், இட துடிக்கும், நடிக்கும், தேன் போல் குதிக்கும்.